ഇത് ജിമ്മി ജോൺ അടയ്ക്കാക്കാരൻ. ഇദ്ദേഹം എൻ്റെ ഈ കഥയിലെ നായകനാണോ വില്ലനാണോ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. എന്താ എന്തിനാ എന്നെ രാവിലെ ഈ ശല്യം ചെയ്യണേ? എടാ മോനെ, ഇന്നത്തെ ദിവസം നീ മറന്നോ? എന്ത്? ഇന്നല്ലേ നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നു പറഞ്ഞ ദിവസം. ഓ ആണോ? അതുകൊണ്ടല്ലേടാ രാവിലെ എണീറ്റ് ഞങ്ങളെല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നേ. എന്നാ പിന്നെ ഇത് നേരത്തെ പറയണ്ടേ? ഞാനിപ്പോ ശരിയാക്കി തരാം. ഇവരാണ് ജിമ്മിയുടെ 2 ചേച്ചിമാർ, മോളിക്കുട്ടിയും സൂസിയും. ജിമ്മിയെ പെണ്ണ് കെട്ടിക്കലാണ് ഇവരുടെ ലക്ഷ്യം. ഇത് ജോൺ അടയ്ക്കാക്കാരൻ, ജിമ്മിയുടെ അപ്പച്ചൻ. ബിസിനസ് ഒക്കെ മകനെ ഏൽപ്പിച്ച് റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുന്നു. കാളച്ചന്തില്ല. അല്ല, നമ്മുടെ കുടുംബത്തിലെ ഒരേ ഒരു കലാകാരനേ ഉള്ളൂ. അപ്പോ അതിന്റെ ആഡിത്യം പോവാതെ വേണല്ലോ പുറത്തിറങ്ങാൻ. ഇത് കുന്നംകുളം ബേബി, ജിമ്മിയുടെ മൂത്തളിയൻ. ദുബായിലെ സൂപ്പർ സ്റ്റാർ ആണെന്നാണ് ആളുടെ വിചാരം. അപ്പ ഈ ദുബായിൽ ഇറങ്ങുന്ന ഏതെങ്കിലും സിനിമയിൽ ഞാൻ ഇല്ലാതിരുന്നുണ്ടോ? ഉണ്ടോ? അത് ശരിയാ. പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട് ദുബായിൽ എവിടെ ക്യാമറ വെച്ചാലും ബോബന് മുകളിലെ പട്ടിയില്ലേ, അതുപോലെ നിന്റെ മോദം എവിടെ ഉണ്ടാവും. ആക്കിയതാണല്ലേ. അപ്പൊ ഇത്രയും ഗ്ലാമർ വേണ്ടല്ലേ? എന്നാ മാറ്റിട്ട് വരാം. എന്ത് ചെയ്യാനാ, ജനിച്ചപ്പോഴേ ഗ്ലാമർ കൂടി. ഇത് ജിമ്മിയുടെ 2ാമത്തെ അളിയൻ ആൻഡപ്പൻ. ആളൊരു മടിയന. ജിമ്മി, നീ ഇതിട്ടിട്ടാണോ പെണ്ണ് കാണാൻ വരുന്നേ? പെണ്ണ് കാണാനോ? ഞാൻ എവിടേക്കും ഇല്ല, ഞാൻ ഓഫീസിൽ പോവാ. കണ്ടോ ഇവൻ പറയുന്നേ? കൊപ്ര പെണ്ണാക്ക് താങ്ങ് പോലെ നിശ്ചയിച്ചുട്ടാ. അളിയോ, ഞാൻ റെഡി. എവിടേക്കാ മനുഷ്യ, അവൻ വരുന്നില്ലെന്ന് നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചൂടെ ഇവനെ? മോനെ കുട്ട, നീ ഇങ്ങനെ സുഖിച്ച് അർമാദിച്ച് നടക്കണ കാണുമ്പോ അസൂയോണ്ട് പറയാട്ടോ, നിനക്കൊരു പെണ്ണ് കിട്ടിക്കൂടെ? എല്ലാത്തിനും ഒരു അന്ത്യം വേണ്ടേ? ചായ കുടിക്ക. കണ്ടോ അമ്മച്ചി, ഈ അപ്പനും ഇച്ചായനും കൂടെ ഇവൻ ഇങ്ങനെ വഷളാക്കുന്നേ. മക്കളെ, എന്റെ ജെമ്മിക്കുട്ടിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അവനറിയാം അതിന്റെ സമയത്ത് അതൊക്കെ നടത്താൻ. ദുബായിലെ യങ് ബിസിനസ്മാനുള്ള അവാർഡ് 3 തവണ വാങ്ങിച്ചവനെ ജിമ്മിക്കുട്ടൻ. അവന് കണ്ട പെൺകുട്ടികളൊന്നും ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അതാ. എന്നാ എല്ലാരും കൂടി അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് എന്റെ റോസിക്കുട്ടിയെ പോലത്തെ ഒരു സ്വീറ്റ് പെൺകുട്ടി മതി, അല്ലേ? ഇതാണ് റോസിക്കുട്ടി, ജിമ്മിയുടെ ഏത് കാര്യത്തിനും ഫുൾ സപ്പോർട്ടായിട്ടുള്ള അവന്റെ പുന്നാര അമ്മച്ചി. അത് നന്നായി. ശരിയല്ലേ? ഭാഗ്യവാനാ. തനിക്കിതൊന്ന് കഴുകിയിട്ടൂടേടോ. അൽഫലാഖ് എന്ന് വെച്ചാ മൂടില്ല. ആ, ജോലി പോകുമ്പോ മൂട് വരും. അന്ന് യൂസഫ് അലി വിളിച്ചോണ്ട്. ഏത് യൂസഫ് അലി? ലുലുവിന്റെയാ? വരുന്നുണ്ട് അടുത്ത അൽത്തള്ള്. കുടിയില്ല, വെലിയില്ല, മനുഷ്യനായ എന്തെങ്കിലും ചീത്ത സ്വഭാവം വേണ്ടേ? തടി കുറച്ച് കൂടുന്നുണ്ട്. ആർക്ക്? ഓർക്ക്. എടാ, മലയാളികളാവുമ്പോ കുറച്ച് വയറുണ്ടാവും, പിന്നെ തടി ഉണ്ടാവും, പിന്നെ ബുദ്ധി ഉണ്ടാവും. എന്നെ കണ്ടില്ലേ? മലയാളി മുതലാളിയവർക്ക് തടി ഔട്ട് ഓഫ് ഫാഷനാ. ഇപ്പൊ 6 പാക്കാ. 6 പാക്ക് പോടുന്നു, വെറുതെ അല്ല. പട്ടിണി കഴിഞ്ഞാൽ അൽസുവാദ മസ്കര ബാച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫൗസിയ. സർ, ഗുഡ് മോർണിംഗ് സർ. രാവിലെ തന്നെ ചുണ്ണാമ്പ് വെച്ച് തുടങ്ങിയോ ഫൗസിയ? സർ, രാവിലെ ഹസ്ബൻഡ്. ഹസ്ബൻഡോ? ആരുടെ? എന്റെ ഹസ്ബൻഡ്. ഏതെങ്കിലും ഹസ്ബൻഡ് രാവിലെ ഇരുന്ന് ഭാര്യയ്ക്ക് വാട്സാപ്പ് അയക്കോ ഫൗസിയ? കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 3 നായികമാരാണ്. ഈ Good morning. നായികമാർക്ക് അന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും കുഴപ്പമില്ല. അനക്കീല് നല്ലൊരു വിഷം വെച്ചിട്ടുണ്ടോ? ടെൻഷൻ അടിക്കണ്ട. നോക്കുമനെ, ഈ ഇങ്ങനെ ഓരോ സീനിലും ഇങ്ങനെ വന്നിങ്ങനെ നിന്നാൽ 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 എങ്ങനെയാ സാറേ ഞങ്ങളോട് ജോലി ചെയ്യാ? സാറ് പോയിരിക്കും, ഞാൻ പോയി വർക്ക് ചെയ്യും. സാറ് വർക്ക് ചെയ്യും. സൽഗുണ, നിന്നെ കൊണ്ടോ ഒരു ഗുണവും ഇല്ല. അവരെങ്കിലും ജോലി ചെയ്തോട്ടെ സൽഗുണ. സാറേ,
സാറിന് ഇൻസൾട്ട് ചെയ്യല്ലേ? ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെടേണ്ട ആളല്ല. പിന്നെ ഷോർട്ട് ഫിലിം അവാർഡുകളിൽ ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമിനുള്ള പത്മരാജൻ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആരാ ഈ പത്മരാജൻ അവാർഡ് തരണേ? കുണ്ടുകൾ അഷ്റഫ് സാർ. അതാരാ ഈ അഷ്റഫ്? പക്ഷെ കുണ്ടുകൾ അഷ്റഫ് സാർ അറിയില്ലേ? പച്ചപ്പരന്തത്ത, മൊഞ്ചത്തിപ്പോണോൾ അഞ്ചത്തി, മൊച്ചക്കുരങ്ങ്, ഇത്രയും മനോഹരമായ ഷോർട്ട് ഫിലിം ഒക്കെ സാറെ അറിയില്ല പറഞ്ഞ എന്താ സാറേ ഇത്? നിന്റെ റൂംമേറ്റ് അഷ്റഫ് അല്ലേ? ആ റൂംമേറ്റ്. നിനക്കിപ്പോ അവാർഡ് കിട്ടി എങ്ങനെ മനസ്സിലായി? എങ്ങനെ? എന്താണ് ചിരിക്കുന്നത് സാറേ? എന്റെ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോ ഇവർക്ക് ഒരു ഭാവി ഉണ്ട്. എങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ കയറി ഞാൻ മെനക്കെട്ടതാ. അപ്പൊ നിന്റെ ഭാവിയോ സൽഗുണ? സാറേ ഞാൻ ഓൾറെഡി സെറ്റിൽ അല്ലേ സാറേ. സൽഗുണ, നിനക്ക് ഇവിടെ ജോലി തന്നുകൊണ്ട് എനിക്കോ എന്റെ കമ്പനിക്കോ ഒരു പ്രയോജനമില്ല. പിന്നെ നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് സേവനം, ചാരിറ്റി, നിന്റെ കുടുംബത്തിനോട് ചെയ്യണ ചാരിറ്റി. ഓക്കെ സാർ, ആക്ച്വലി ഞാൻ ഈ പേപ്പറൊക്കെ സൈൻ ചെയ്യിക്കട്ടെ സാറേ. സാറേ നടക്കട്ടെ. ഇവിടെ ബുർജ് ഖലീഫിനോട് ഞാൻ തള്ളിട്ടു. മേ ഐ കം ഇൻ സർ? യെസ് സർ. എന്തൊരു ഫൗസിയ, വൈഫൈ വർക്ക് ചെയ്യണല്ലേ? അല്ല സർ, ഞാനൊരു കല്യാണക്കാര്യം പറയാൻ വന്നതാ. ഫൗസിയുടെ കല്യാണം കഴിഞ്ഞല്ലേ? പഠിച്ചോനെ എനിക്കല്ല സാറിനാ. ആഹാ, ഞാൻ തന്ന വർക്ക് ഒക്കെ കഴിഞ്ഞായിരുന്നോ ഫൗസിയ? സർ എനിക്കിത് അറിയാവുന്ന കുട്ടിയാ, നല്ല മൊഞ്ചുള്ള കുട്ടിയാ. ഫൗസിന്റെ വായിരിക്കണേ കഥ പോയേ. സർ ഇതൊന്ന് നോക്ക്. ഞാൻ തന്ന വർക്ക് ആദ്യം നോക്കൂ ഫൗസിയ, പോയിക്കോളൂ. ഇയാൾക്ക് ഈ ജന്മം പെണ്ണിട്ടില്ലേ? ഓ, പേടിച്ചു പോയി. സാറിന് കാണിച്ചിട്ട് ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചത്. അതോ, നോക്കി നന്നായിട്ടില്ലേ? എന്റെ എത്ര അല്ലേലും ഒരു ഇഞ്ചി മുട്ടായി പോലത്തെ ഒരു കുട്ടി. അതെ, അങ്ങേർക്ക് എന്തോ തകരാറുണ്ട്. എന്ത്? അതാ പെണ്ണ് കെട്ടാത്തത്. എന്ത് തകരാറ്? അത് അതെ, ആണുങ്ങളോട് പറഞ്ഞാലേ മനസ്സിലാവും. അല്ലെന്നേ, ഈ സിനിമാ നടി ആശാശരത്തിനെ പോലെ ഇരിക്കുന്ന എന്നെ വരെ അങ്ങനെ നോക്കുന്നില്ല. ആണുങ്ങളായ ഇച്ചിരി നോട്ടമൊക്കെ വേണ്ടേ? ഓഹോ, അതാണ് കാര്യല്ലേ? ജോഷി സാറിന്റെ ഒപ്പം, മമ്മൂക്കേന്റെ ഒപ്പം, ലാലേട്ടന്റെ ഒപ്പം, പിന്നെ ഞമ്മളെ കൽബിന്റെ കൽവായ സണ്ണി ചേച്ചീന്റെ ഒപ്പം. എങ്ങനെയുണ്ട് ഇതൊക്കെ? അമിതാഭ് ബച്ചനായിട്ട് ശരിയായിട്ടില്ല, അതുകൊണ്ടാ. എന്താ എന്റെ അപ്പൻ അളിയൻ ഈ ഏരിയയിൽ ഈ ഹോട്ടല് ഇട്ട് തന്നേക്കണത് അളിയനും പെങ്ങളും കുട്ടിയും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല, അളിയൻ കുടുംബത്തിൽ നിന്ന് നാണം കിടാതിരിക്കാൻ വേണ്ടിട്ടാ. ഇങ്ങോട്ട് നോക്കിയേ, നാട്ടില് സിനിമക്കാരുടെ പിറകെ നടന്ന് കംപ്ലീറ്റ് നല്ല പ്രായവും കാശൊക്കെ കളഞ്ഞ ഓർക്കണ്ട. ഓർമ്മിപ്പിക്കല്ലേ അളിയ, മര്യാദക്കാണ് ഞാൻ അളിയാന്ന് വിളിക്കും. ഇല്ലെങ്കില് അരുത്. എന്റെ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് കർത്താവ് എന്റെ കൈകളിലേക്ക് ഇട്ടത് നിന്നെയാണ്. അന്ന് കുബൂസ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു. വിടരുത്. ചാവക്കാട് എന്നുള്ള യാത്രയില് ദിവസങ്ങൾക്ക് ശേഷം നാടിക്കടലെത്തിയപ്പോ ലാഞ്ചി വേലായുധൻ കടലിലേക്ക് ചാടിക്കൊള്ളാൻ പറഞ്ഞു. മരണം മുന്നിൽ പ്രതീക്ഷ എല്ലാം ചാടിയത് ജീവിതത്തിലെ പ്രതീക്ഷകളിലേക്കാ, സ്വപ്നങ്ങളിലേക്ക്. ദുബായിൽ നാട്ടിലൊക്കെയായി വലിയ ബിസിനസ്സൊക്കെ കെട്ടിപ്പൊക്കി. അതൊന്നുമല്ല വലിയ കാര്യം. സന്തോഷമുള്ളൊരു കുടുംബം ഉണ്ടാക്കി എന്നുള്ളതാ ഈ അപ്പൻ്റെ ഏറ്റവും വലിയ നേട്ടം. എനിക്കൊന്നും മനസ്സിലാവില്ലേ? ഡാ, ദൈവം നമ്മളെ വിരലിടയ്ക്ക് ഈ വിടവ് എന്നത് എന്തിനാ? നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ മനസ്സിലാക്കുന്നവരും ഈ വിരലിനിടയിൽ കൂടെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാ. നീ നിനക്ക് കൈകോർത്ത് പിടിക്കാനും നിന്റെ ജീവിതത്തിൽ നല്ല കൂട്ടാവാനും. അപ്പ എനിക്കൊരു പെണ്ണ് കിട്ടണം. എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. നീ ആരും കണ്ടുവച്ചിട്ടുണ്ടാ? ഇല്ലപ്പ, അപ്പം പറഞ്ഞാ മതി. അപ്പൻ എനിക്ക് വേണ്ടി എപ്പോഴും നല്ലതല്ലേ ആലോചിക്കുള്ളൂ. അപ്പം നല്ലൊരാളെ കണ്ടെത്താ.